2024 എന്ത് മാങ്ങത്തൊലി ചെയ്തു എന്ന് അന്വേഷിച്ചപ്പോഴാണ് തുണിയുടുക്കാത്ത പല സത്യങ്ങളും പുറത്തു വന്നത്. അബു സലീമിന്റെ ശരീരവും ചോട്ടാബീബിന്റെ പ്രവൃത്തിയുമായി നാട്ടുകാരെ വെറുപ്പിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന ഹോബി. ആധുനിക കാലഘട്ടത്തിലെ തമാശകൾ ഇതൊക്കെയാണെന്ന് ഈ ക്നാപ്പനെ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കാനാണ് സാധ്യത. പട്ടി റൊട്ടി തിന്ന എക്സ്പ്രഷനും മഴയത്ത് ചാണാത്തി ചവിട്ടിയ അഭിനയവും കൂടിയായപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലും പഞ്ചായത്തിൽ കാലുകുത്തി പോകരുത് എന്നാണ് മാമിയുടെ മോൻ പറഞ്ഞിട്ടുള്ളത്. അംഗനവാടി പോകുന്ന പിള്ളേര് പോലും കമന്റ് ബോക്സിൽ കയറി അപ്പനെ അമ്മയെ അന്വേഷിച്ചു തുടങ്ങി. ഊക്കേതാ ചാക്കേതാ എന്ന് അറിഞ്ഞൂടാത്ത എന്റെ പൊന്നമ്മച്ചിയും എച്ച്.ഡി ദൃശ്യ മികവോടെ എന്നെ ഊക്കി. കൊട്ടാരത്തിലെ ആസ്ഥാന കോമാളി എന്ന പട്ടവും ഈ വർഷം തന്നെ കിട്ടി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വേദനയുടെയും നാളുകളായിരുന്നു കഴിഞ്ഞുപോയ 2024. ഈ വർഷത്തെ പ്രധാന ആകർഷണം നയൻതാര തന്നെയായിരുന്നു. നിറവും സ്വഭാവവും മാറുന്ന കാര്യത്തിൽ ഓന്തുപോലും ഇവളോട് തോറ്റ് സപ്ലി എഴുതുകയാണത്രേ. അങ്ങനെ ഉണക്കാൻ വച്ചിരുന്ന തേങ്ങ കാക്ക എടുത്തോണ്ട് പോയതുപോലെ വിക്രമൻ നമ്മെ വിട്ടുപോയി ഗൈസ്. കിണറ്റി വീണവന്റെ തലയിലേക്ക് കൈവരി കൂടി ഇടിഞ്ഞു വീണതുപോലെ മുത്തുവും വന്നെത്തി. ചോദി ചന്ദ്രനെ നോക്കി കൊഞ്ഞണം കുത്തുന്നത് കൊണ്ട് ഈ വർഷം രാജയോഗമാണത്രേ. ആരാധകരാകട്ടെ അങ്ങ് പപ്പുവാൻ ഗുനിയയിൽ നിന്ന് വരെ കുത്തിയൊലിച്ചു വന്നു തുടങ്ങി. എന്റെ സാൽമൻ വേട്ടയ്ക്ക് ശേഷം സൗദി രാജാവായ സൽമാൻ പോലും എന്റെ തലയ്ക്ക് വിലയിട്ടത്രേ. അത്ഭുതമെന്ന് പറയട്ടെ, പൂച്ച പെറ്റിക്കിടന്ന സ്ഥലം ലുലുമാള് പോലെയായി ഗൈസ്. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞ എന്റെ ഹൃദയം പൊട്ടി പൊട്ടി കരഞ്ഞു. അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കി. ഞാൻ ആരോ ഏട്ടാ?